ഇന്നലെ ഷൂട്ടിങ്ങിന് വരാനുള്ളായിരുന്നു. എൻ്റെ കൂടി സാറ് പറഞ്ഞ് ആ DSP അഭിനയിക്കാൻ വരുമ്പോ അങ്ങനെ പന്ത് കെട്ടുപോലെ തട്ടുവന്ന്. അയ്യോ, നിങ്ങളാണ് കിടിലായിരുന്നു. എത്ര കൂടിയനാണെങ്കിലും ഒരു കാര്യമുണ്ട്, ഈ ഡയറക്ടർ പറയും പോലെ കേട്ടല്ലേ പറ്റൂ. അല്ലേ അണ്ണന്റെ പേരെന്തര്? നമ്മൾ ആദ്യമായിട്ട് കാണണമെന്ന് തോന്നണല്ലേ? നമുക്കിനി സ്ഥിരമായിട്ട് തന്നെ കാണാം. ആണോ? എടോ, താൻ പറഞ്ഞ DYSP ഞാനാ. ഇത് ആരാ ഇയാൾ? ഞാൻ സുന്ദരേശൻ, സ്ക്രിപ്റ്റ്. ഓ അത് ശരി, CK സുന്ദരേശൻ താനാണല്ലേ? അല്ല, ഞാൻ എഴുതിക്കടാ. അക്ക എന്തെങ്കിലും ഒന്ന് പറയൂ. പോയി സാറേ, എന്നെ ഇവിടെ ഇട്ടിടിച്ചാ പോരെ, എങ്ങോട്ട് കൊണ്ടുപോകണം? ഉരുട്ടിക്കൊല്ലാൻ തന്നെ. പറയാം. സർക്കിള് തട്ടി ഉരുട്ടിയ DYSP സാറാണെന്ന് എന്റെ അമ്മയാണ്, ആറ്റോലമ്മച്ചാണ്, ദേവയാണ്. ഞാൻ അറിഞ്ഞില്ലേ? ആ പ്രകാശ് കുമാറിന്റെ ഭാര്യയുടെ മുമ്പിൽ വെച്ച് ചോദിച്ച് നാണം കണ്ടാന്ന് വിചാരിച്ചിട്ടാ നിന്നെ വെളിയിലേക്ക് വിളിച്ചത്. എന്തൊരു സാറേ കാര്യം? സുന്ദരേശന്റെ പുതിയ വർക്കില്ലേ, അതിൽ എനിക്കൊരു നല്ലൊരു വേഷം ചെയ്യണം. അഭിനയം എന്റെ ചോരയിൽ അലിഞ്ഞു ചേർന്നിരിക്കുക. സീരിയലിൽ നിറഞ്ഞു നിൽക്കുന്ന നല്ലൊരു വേഷം താൻ എനിക്ക് തരണം. അല്ലെങ്കിൽ തെളിയിക്കപ്പെടാതെ കിടക്കുന്ന കേസുകളെല്ലാം ഞാൻ തന്റെ പേരിൽ ചാർജ് ചെയ്യും. അണ്ടർസ്റ്റാൻഡ്? യെസ്. എന്നെക്കാളും തറയങ്ങേര്. എന്തൊക്കെയായിരുന്നു സ്റ്റാർട്ട്, ആക്ഷൻ, കട്ട്. നീ കഴിച്ചോ? ദേ, എന്റെ ചേച്ചി ആദ്യം എന്തെങ്കിലും കഴിക്ക്. കഴിഞ്ഞത് എന്തായാലും കഴിഞ്ഞു. മിസ്സസ് ഖാദറും മിസ്സസ് കുറുപ്പും വസുമതിയും ഗേളി ചെറിയാനും ഒക്കെ ഷൂട്ടിങ്ങിന്റെ കാര്യം ചോദിക്കുമ്പോ ഞാൻ എന്ത് പറയൂ എന്റെ മണിയാ? ചളവളായെന്ന് പറയണം. അതിനെന്താ? ആ DYSP എന്ന് അഭിനയിക്കാൻ വിളിക്കണ്ടായിരുന്നു. മേലുദ്യോഗസ്ഥനെ കളിയാക്കാൻ വേണ്ടി കരുതുകൂട്ടി ചെയ്തതാണ് ഈ ഷൂട്ടിംഗ്. ഇത് ഞാൻ പറഞ്ഞതല്ല, ആ DYSP പറഞ്ഞതാണ്. ആ പിച്ചക്കാരന്റെ റോള് കൊടുത്തത് അയാൾക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല. അതാവാൻ വഴിയില്ല. ഒരു പ്രതിയെ ഫോളോ ചെയ്ത് പോകുന്ന വഴിക്ക് ഷൂട്ടിംഗ് നടക്കുന്നത് കണ്ടാൽ അവിടെ വണ്ടി ഒതുക്കി നിർത്തി അഭിനയിച്ചിട്ട് പോകുന്ന ആളാണ് ഈ DYSP രത്നാകരൻ. എത്ര രൂപ ചെലവായെന്നറിയുവോ? ആര് ചോദിച്ചാലും പ്രകാശ് കുമാർ സാറ് ചിട്ടി പിടിച്ച് ലോൺ എടുത്തുമാണ് ഷൂട്ടിംഗ് തുടങ്ങിയെന്നേ പറയാവൂ. കോളനി അസോസിയേഷൻ ഫണ്ടിൽ നിന്ന് കാശെടുത്ത വിവരം അറിഞ്ഞാലേ ഇവിടെ ഭൂകമ്പം നടക്കും. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും പ്രകാശേട്ടന് ഒരു കുലുക്കവുമില്ല. മിക്കവാറും കാഞ്ഞങ്ങാട്ടേക്ക് പണിഷ്മെന്റ് ട്രാൻസ്ഫർ ഉറപ്പാ മണിയാ. അയ്യോ ചേച്ചി പേടിക്കണ്ട, അതൊക്കെ സാറ് മറികടന്നിങ്ങ് വന്നോളും. ചേച്ചി ചേച്ചി ആഹാരം കഴിക്കും. വച്ചോണ്ടിരുന്നാലേ ആ പെണ്ണ് നമ്മുടെ പ്ലേറ്റ് കൂടി ആക്രമിച്ച് തിന്നുകളയും. എന്നെ പെണ്ണെ പെണ്ണേന്ന് വേറെ ആരും വിളിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. മണി എന്നെ വിളിച്ചോ? അയ്യടി, അയ്യോ ഈ മുതലിനെ ഇവിടെ നിർത്തിയിട്ട് ആ തന്തയ്ക്കും തള്ളയ്ക്കും പ്ലാങ്കവിളയിലോട്ട് ഇപ്പൊ പോവേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്ന? ഇനിയിപ്പോ ആ ഉരുപ്പടികൾ തിരിച്ചു വരുമ്പോ ഞാൻ എന്തോന്ന് മറുപടി പറയുമെന്ന് ആലോചിക്കുന്നത്. അല്ല, ഈ മാമനും മാമിയും വന്നതിന് ശേഷമേ ഷൂട്ടിംഗ് തുടങ്ങുള്ളൂ എന്ന് ഞാൻ സത്യം ചെയ്ത് വിട്ടതാ ചേച്ചി. അതുകൊണ്ട് തന്നെയാ ഇങ്ങനെയൊക്കെ സംഭവിച്ച. എന്റെ അമ്മയ്ക്കൊരു വേഷം കൊടുക്കാതെ അത് പോട്ടെ. എനിക്ക് മണ്ണിന് ഒരു വേഷം ആരും തന്നില്ലല്ലോ. അയ്യോടി മനമേ, നീ നടിയായിട്ട് അടങ്ങത്തുള്ളൂ അല്ലേ? ഞാനൊരു നടിയായിട്ട് ഇനി പ്ലാങ്കവിളക്ക് പോന്നുള്ളൂ. മണിയണ്ണനെ കണ്ടു. അയ്യോ, ഞാനല്ല, ആരോ വന്നു തോന്നുന്നു. ഞാൻ നോക്കിയാണ്. ഇടിച്ചു കൊല്ലല്ലേ.
ഡേ 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 ഇവിടെ എല്ലാം നല്ല ക്ലീൻ ആയിരിക്കണം. പറഞ്ഞേട്ടാ, ഇവിടെ താമസിക്കാൻ വരുന്നത് നിസാരക്കാരനല്ല, അനന്ത മുതലാളിയാ. അനന്ത മുതലാളി. ആ, ഇവിടെ എവിടെയെങ്കിലും വല്ല അഴുക്കോ പൊടിയോ അദ്ദേഹത്തിന്റെ കണ്ണിപ്പെട്ട അപ്പൊ ഒന്നുകൂടി പെയിന്റ് ചെയ്യാൻ പറയും. അതാ സ്വഭാവം. ആ നാരായണ, ഇതാര്? ബാലപ്പനാ? നീ എന്ത് ഇവിടെ? നീ അറിഞ്ഞില്ലേ, ഈ ജവഹർ കോളനിയിൽ ഒരു പുതിയ ധനിക കുടുംബം കൂടി ചേക്കേറാൻ പോകുന്നു. അതാര്? അനന്തം മുതലാളി. അനന്തം മുതലാളിയാ? അതാര്? അമ്പോ, അനന്തം മുതലാളി അറിഞ്ഞൂടെ? ഭയങ്കര പണക്കാരനാ, കോടീശ്വരനൊന്നുമല്ല, ഒരു ലക്ഷപ്രഭു. ആ, ലക്ഷപ്രഭു. ഇങ്ങനെ വിരലും ഞൊടിച്ചാ മതി, ശര ശരേന്ന് പണം വീഴല്ലേ. എവിടുന്നാടേ പണം വീഴുന്നേ? ഇങ്ങനെ വിരലും ചോദിച്ചാ എവിടുന്നാടേ പണം വീഴുന്നത്? ബിസിനസ് ബിസിനസ്. എന്ത് ബിസിനസ്? എടാ, അങ്ങേർക്കില്ലാത്ത ബിസിനസ് ഉണ്ടാ. കുബേര കുടുംബം അല്ലേ, കുബേര കുടുംബം. എന്താടാ നോക്കി വിളിക്കുന്നത്? നീ രാവിലെ തുടങ്ങി ഇവിടെ തൂപ്പം തുടപ്പമായിട്ട് നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? എടുത്തോളാ. അല്ല നാരായണ, ഈ കുബേര കുടുംബക്കാര് എന്തിനിടെ വന്ന് വാടകയ്ക്ക് താമസിക്കുന്നു? അതല്ലേ ആനന്ദ മുതലാളിയുടെ മറ്റൊരു പ്രത്യേകത. 6 മാസം താമസിച്ചു കഴിഞ്ഞാൽ ആ വീട് ഇഷ്ടപ്പെട്ട അതങ്ങ് വിലക്ക് വാങ്ങിച്ചു കളയും. ഓ, അനന്ത മുതലാളിയുടെ കാശിന് വല്ല ആദ്യം അന്തോ ഉണ്ടോ? അപ്പോ അനന്തം മുതലാളി ചില്ലറക്കാരനല്ല. ചില്ലറക്കാരനല്ല, നോട്ടുകാരനാ, നോട്ടുകാരൻ. നാരായണ, അങ്ങനാണെങ്കിൽ നീ ഈ അനന്തം മുതലാളിയോട് പറഞ്ഞ് AKCPയുടെ ഫണ്ടിലേക്ക് നല്ലൊരു തുക സംഭാവനയായിട്ട് നീ വാങ്ങിച്ചു തരണം. ആദ്യം ആളുകൾ വരട്ടെ, നമുക്ക് സംഘടിപ്പിക്കാം. അതെ, സംഘടിപ്പിക്കണം. അതായത് ഈ മുതലാളിയും പാർട്ടി എന്ന് പറയുന്നത് കേരളത്തിനകത്ത് വലിയ... അതൊക്കെ ശരി. പിന്നൊരു കാര്യം, ഈ കോളനിയിലെ ആൾക്കാരുടെ സകല ഹിസ്റ്ററി അറിയാവുന്ന ആളാണ് ഈ അനന്ത മുതലാളി. ആണല്ലേ? അല്ല, ഈ അനന്തം മുതലാളി ഒറ്റയ്ക്കാണോ താമസിക്കാൻ വരുന്നത്? അല്ല, മോളുണ്ട്, മരുമോനുണ്ട്, പിന്നെ ഡ്രൈവർ കം ജോലിക്കാരൻ, ഒരു റാം മനോഹർ. ഈ അനന്തം മുതലാളി ഒന്ന് പരിചയപ്പെടണമല്ലോ. വരട്ടെ. ഓ, ഇത്രയും സാധനം വാങ്ങാനുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ജീപ്പ് എടുത്തോണ്ട് വരാനുള്ള. ഓട്ടോറിക്ഷ മിന്നൽ പണിമുടക്ക് നടത്തുമെന്ന് ഞാൻ അറിഞ്ഞോ? ചേച്ചി സാറിനെ വിളിച്ച് വണ്ടി ഏതെങ്കിലും പോലീസുകാരനോട് കൊണ്ടുവരാൻ പറ. ഓ, ഇനി കുറച്ച് ദൂരം കൂടെ അല്ലേ ഉള്ളൂ മണിയാ. എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇതിലെങ്ങാനും അന്നാമ്മ ചേച്ചി എങ്ങാനും വന്നാ അത്രേ ഉള്ളൂ. നീ വേഗം നടക്ക്. അല്ല, ഉണക്കമ്മീ വാങ്ങാൻ പോലും പോലീസ് വണ്ടിയിൽ പോയ പാരമ്പര്യമാണ് നമുക്കുള്ളത്. അത് മറന്നു കളയല്ലേ. എടാ മണിയാ, ഈ വീട് പെയിന്റ് അടിച്ച് വൃത്തിയാക്കിയിട്ടിരിക്കുകയാണല്ലോ. പുതിയ താമസക്കാരെങ്കിലും വരുന്നുണ്ടോ? അയ്യോ, അത് പറയാൻ മറന്നുപോയി. ഒരു ഭയങ്കര കാശുകാരൻ ഈ കോളനിയിൽ താമസിക്കാൻ വരെയാണ്. പേര് അനന്തം പിള്ള. നമുക്കൊരു ദിവസം പോലീസ് ജീപ്പിൽ ചെന്ന് ആ ഫാമിലി എല്ലാം ഒന്ന് പരിചയപ്പെടണം. അത് വേണ്ട, സർക്കിൾ ഇൻസ്പെക്ടർ പ്രകാശ് കുമാറിന്റെ വീട്ടിലേക്ക് വേണം അവരാദ്യം വരാൻ. അല്ല, അസോസിയേഷന്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് പ്രസിഡന്റിന്റെ ഭാര്യ അവരെ ചെന്ന് കാണുന്നതല്ലേ ബുദ്ധി? അല്ല, വേറൊന്നും കൊണ്ടല്ല ചേച്ചി, നമ്മുടെ ഭാഗത്ത് ഇതുപോലെ 4-5 കോടീശ്വരന്മാര് വരണം. അതൊരു ബലമാണ്. അത് ശരിയാ, ഞാൻ തയ്യാറുവാ. ഒരു ദിവസം വരാം, ഒന്ന് പരിചയപ്പെടാം. നീ വാ. ഓ, ഏതെങ്കിലും ഒരു പോലീസ് ഇപ്പൊ വഴിമാറി വരണേ. എന്താ മോനെ, ലഡുവാണോ? നാരങ്ങ. ഛർദിക്കാൻ തോന്നുകയാണെങ്കിൽ ഇത് സ്മെല് ചെയ്താൽ മതി, വൊമിറ്റ് ചെയ്യില്ല. എന്താ നീ എന്താ ചിരിക്കുന്നത്? യാത്ര ചെയ്യുമ്പോൾ നാരങ്ങയുടെ മണ്ണൊടിച്ചാലേ ജീവിതത്തിൽ ഛർദിക്കാത്തവന് ഛർദിച്ചു. നാരങ്ങയെക്കുറിച്ച് A to Z എനിക്കറിയാം.
ഇനി ഒരുപാട് ദൂരം പോണോ അശോകേട്ടാ? ഇല്ല മായേ, ഉടനെ എത്തും. ഉം. ഇനി കിലോമീറ്റർ ഒത്തിരി ഉണ്ടേ. ഈ സ്ഥലത്തെ കുറിച്ച് A to Z എനിക്കറിയാം. ആ ABCD അറിയോ? ഇല്ല. നമുക്ക് ആരോടെങ്കിലും ചോദിച്ചിട്ട് പോവാം മോനെ. അതെ അങ്കിളെ, അങ്കിൾ പറഞ്ഞാണ് കറക്റ്റ്. നമുക്ക് ആരോടെങ്കിലും ചോദിക്കാം. അങ്കിളെ ഇറങ്ങി വെറുതെ വെയിലൊന്നും കൊള്ളണ്ട. അതിന് സാറ് ഇറങ്ങിയില്ല. അല്ല ഇറങ്ങിയ വെയിലുള്ളൂ അല്ലേ? ആ അതാ ഒരാൾ ഞാൻ ചോദിക്കാം. ആശാനെ, ചേട്ടാ ഒറ്റക്കോണേട്ടാ ചേട്ടാ. ഈ ജവഹർ കോളനിയിലേക്ക് ഇനി എത്ര ദൂരമുണ്ട്? 2-3 കിലോമീറ്റർ വരും. 3. മൂന്നാ? അതെ 2 കിലോമീറ്റർ കൂട്ടാൻ പറ്റുമോ? അതൊന്നും പറ്റില്ല അല്ലേ? എങ്കിൽ ഞാൻ കൂട്ടിക്കോളാം. അങ്കിൾ കുറച്ച് കിലോമീറ്റർ ഓടിയുണ്ട്. നമുക്ക് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പോയാലോ? അല്ല മൂത്ത് യാത്രാക്ഷീണമുണ്ട്. അങ്കിൾ കുറച്ച് റെസ്റ്റ് എടുത്തോ. വേണ്ട മോനെ, നമുക്ക് പോവാം. അല്ല ദാഹിക്കുന്നെങ്കിൽ കുടിക്കാൻ ഇളനീരെന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരാം. അതിന് ഈ പരിസരത്ത് നിന്ന് ഇളനീരോടെ ഒപ്പിക്കും. ഡാ വേണ്ടി വന്നാൽ എന്റെ അങ്കിളിന് വേണ്ടി ഞാൻ തെങ്ങി കയറി ഇളനീരിടും, അറിയോ? പഴയ പണി മറന്നില്ലേ? അങ്കിള് ഹോർലിക്സോ ബൂസ്റ്റോ അങ്ങനെ എന്തെങ്കിലും? ഒന്നും വേണ്ട മോനെ, നമുക്ക് പോവാം. കുറച്ച് കിലോമീറ്റർ കൂടെ ഉള്ളൂ. അങ്കിളിന് ബുദ്ധിമുട്ട് എന്തെങ്കിലും ഫീൽ ചെയ്യണമെങ്കിൽ പറയണം കേട്ടോ. സൂക്ഷിച്ചോടിക്കണം. കല്ലും കട്ടറൊക്കെ ഒഴിച്ചു വേണം വണ്ടി ഓടിക്കാൻ. കല്ലും കട്ടറെന്ന് ചോദിച്ചാൽ വണ്ടി ഓടത്തില്ല. വണ്ടി ഓടണമെങ്കിൽ എണ്ണ തന്നെ വേണം, എണ്ണ. സാരങ്ങ് കയറിയട്ടെ. ഇങ്ങനൊരു ബുദ്ധിയില്ലാത്ത. കൂടുതൽ സംസാരിക്കണ്ട, വണ്ടി എടു. ബുദ്ധിയുള്ള ഒരുത്തന്റെ മുഖം കണ്ടില്ലേ? മായേ, അങ്കിൾ ഇരിക്കുന്ന സൈഡിലെ ഡോർ ലോക്കായി നോക്ക്. അതെ അശോകേട്ടാ. അശോകനെ പോലൊരു മരുമോനെ കിട്ടിയത് എന്റെ ഭാഗ്യമാണ്, നിന്റെയും. ഷോ അങ്ങനെയൊന്നും പറയില്ല അങ്കിളെ. എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ അച്ഛൻ എൻ്റെയും പ്രിയപ്പെട്ട അച്ഛനാണ്. ഒരു മകൻ അച്ഛനോട് ചെയ്യേണ്ട കടമ അതെനിക്ക് ചെയ്തേ പറ്റൂ. ഞാനൊരു പാവപ്പെട്ട വീട്ടിലെ ആളാ. പക്ഷെ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ ഞാനൊരു പണക്കാരനാണെങ്കിൽ ഏറ്റവും വലിയ പണക്കാരൻ. ബന്ധുവാര് ശത്രുവാര്. ഡേടേ, എന്ത് നിനക്കൊരു പാട്ട്? എന്താണെന്നറിയില്ല, ചില നേരങ്ങളിൽ എനിക്ക് ചില പാട്ട് വരും. A to Z മലയാളം പാട്ടും എനിക്കറിയാം. വണ്ടിയെട് വണ്ടിയെട്. വണ്ടി ഓടിക്കുന്ന ഇവൻ ആര്? നമുക്ക് കാർ വിട്ടു അല്ലേ അങ്കിൾ? ബെസ്റ്റ്. എന്നിട്ടാണ് വീഡിയോ വരുന്ന ആൾക്കാർ എന്നെ തല്ലാൻ. ഇങ്ങോട്ട് ഇറങ്ങി വേടാ. കാറിനകത്ത് ഒളിച്ചിരിക്കുന്നതാ. കാർത്ത ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് ഇറങ്ങി വരാനേ പറഞ്ഞേ. ഇന്നിവിടെ ഹർത്താലും പന്തകൊടുത്ത് പ്രകടനമൊക്കെ തന്നെ. ഇറങ്ങി വാടാ ഇങ്ങോട്ട്. ഇറങ്ങി വാടോന്ന്. എന്ത് കൾച്ചർ ഇല്ലാതെയല്ല സംസാരിക്കണേ? AKCPയുടെ സമുന്നതനായ നേതാവിനെ കാറിടിച്ച് കൊല്ലാൻ ശ്രമിച്ച എതിരാളി ആരായാലും ശരി ഇറങ്ങി വാടാ ഇങ്ങോട്ട്. ഇറങ്ങി വാടാ ഇങ്ങോട്ട്. ഞാൻ ഇറങ്ങി സംസാരിക്കാം. അയ്യോ അച്ഛൻ ഇറങ്ങണ്ട. വേണ്ട വേണ്ട, അങ്കിൾ ഇറങ്ങണ്ട. ഞാനുണ്ടല്ലോ. ശ്രദ്ധയില്ലാതെ റോഡിൽ കൂടെ നടന്നിട്ട് നമ്മളെ വരട്ടുന്ന. ദേ ചേട്ടൻ അയാളൊന്നും ചെയ്യണ്ട. നീ ഒന്നും മിണ്ടായിരുന്നേ. ഇറങ്ങി വാടാ ഇങ്ങോട്ട്. ഇറങ്ങി വരാൻ. ആ ഇത് ഇറങ്ങിയാ. ഇന്ന് എനിക്ക് രണ്ടിലൊന്നും അടിക്കലും എനിക്കിത് രണ്ടിലൊന്നും അറിയണം എനിക്ക്. അതെ, അറിയാൻ സംഭവിച്ചു പോയതാണ്. അനന്ത മുതലാളിയാണ് കാർ ഇരിക്കുന്നത്. എന്റെ അമ്മാവൻ വളരെ മാന്യനായ ഒരാളല്ലേ അദ്ദേഹം. അനന്ത മുതലാളിയാ? ഇയാൾക്കറിയോ? അറിയാവോന്ന്. എവിടെ അതെ എവിടെ വണ്ടി ഇരിപ്പുണ്ട്. അനന്ത മുതലാളി ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി കണ്ണിൽ എണ്ണ ഒഴിച്ച് ഞാൻ ഇവിടെ കാത്തു നിന്നത്. അതെവിടെ അനന്ത മുതലാളി? അനന്ത മുതലാളി. ആ അനന്ത മുതലാളി. അനന്ത മുതലാളി മുതലാളി അനന്ത മുതലാളി. ഞാൻ അറിയാതെ പറ്റിപ്പോയതാണ് മുതലാളി. ഞാൻ ഇങ്ങനെ റോഡിൽ കൂടെ പോയപ്പോ വണ്ടി വരുന്ന കണ്ടില്ല മുതലാളി. ക്ഷമിക്കണം മുതലാളി. അതാണ് മുതലാളി. ഇതല്ലേ അനന്ത മുതലാളി? അനന്ത മുതലാളി എന്നോട് ക്ഷമിക്കണം മുതലാളി. എനിക്കൊന്നും പറ്റില്ല മുതലാളി. മുതലാളിയുടെ കാറിൽ നിന്ന് എത്ര ഇടി കൊള്ളാനും ഞാൻ തയ്യാറാണ് മുതലാളി. ആ ഓരോ ഇടികൾ എന്റെ ജന്മപുണ്യമായിട്ടാണ് ഞാൻ കാണുന്നത് മുതലാളി. സത്യം. എന്നാ മുമ്പിൽ കയറിയേക്ക് ഒന്നൂരി ഇടിക്കാം. വേണ്ട, പരിഹാസം അടിക്കല്ലേ ഡ്രൈവറെ. നിങ്ങൾ ആരാണ്? ഞാൻ AKCP. AKCP? അതെന്ത് പേര്?
AKCP എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായ ബാലപ്പനാണ് ഞാൻ. ഓ. അനന്തം മുതലാളി ജവഹർ കോളനി താമസിക്കാൻ വരുന്നു അറിഞ്ഞപ്പോ തൊട്ട് ഞങ്ങൾ എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. അത്രയ്ക്ക് അങ്ങ് സന്തോഷിക്കാൻ അങ്ങനെ വലിയ അയ്യോ, ആളൊന്നുമല്ലോ ഞാൻ. അങ്ങനൊന്നും പറയരുത്. അനന്തം മുതലാളി എന്ന് പറഞ്ഞ ഞങ്ങൾക്ക്, അതായത് ഈ കോളനിക്കാർക്ക് ഒരു വലിയ സംഭവം തന്നെയാണ്. അതെ അങ്കിള് കൂടുതൽ വെയിലുള്ള അതെ കേറ് മുതലാളി, കേറണം. അതെ ഈ കോളനി ഇവിടെ അടുത്താണോ? ഈ വളം അങ്ങോട്ട് തിരിഞ്ഞാ മതി. ആ എന്നാ താനോടെ കയറ്. അയ്യോ അത് വേണ്ട, ഞാൻ നടന്നു വരാം. മുതലാളിയുടെ യാത്ര ഞാൻ ആളല്ല. നല്ലതാ. നിങ്ങൾ വരുന്നവരെ കൃത്യമായിട്ട് അറിയിച്ചിരുന്നെങ്കിൽ കോളനിയുടെ വക വലിയൊരു സ്വീകരണം ഞങ്ങൾ അറേഞ്ച് ചെയ്തേനെ. ഓ അതൊക്കെ ഇനി വേണേലും ഓ ആവാം. ഓ, ഓ. ശരി, നിങ്ങൾ വരുമ്പോഴത്തെ ഞാൻ ഓടിയാ ശരി. മുതലാളിയെ തോപ്പിക്കാം. മതി മുതലാളി, അറിയിക്കട്ടെ. ഡേ ബാലപ്പ, നീ അവർക്ക് ശ്വാസം വിടാൻ സമയം കുറഞ്ഞ അതിന് മുമ്പ് തുടങ്ങിയ പിരിവ്. വഴി വെച്ച് കൂട്ടിയിടിച്ചു, അല്ല കൂട്ടിമുട്ടി. ആ ജവഹർ കോളനിയിൽ നല്ലൊരു വീട് നോക്കണമെന്ന് മാത്രമാണ് മുതലാളി ഈ നാരായണനോട് പറഞ്ഞത്. ഈ കോളനിയിൽ ഏറ്റവും നല്ല വീട് തന്നെയാണ് നാരായണ മുതലാളിക്ക് വേണ്ടി ഒപ്പിച്ചത്. ഫുൾ ഫർണിഷ്ഡ്. ആ കൊള്ളാം, ആ. എനിക്ക് ഇഷ്ടമായി. ആ. നാരായണൻ ഒരു കാര്യം ഏൽപ്പിച്ച അത് ഭംഗിയായി നിർവഹിക്കുന്ന എനിക്കറിയാം. നിങ്ങൾക്ക് ഇഷ്ടമായ മക്കളെ? അങ്കിളിന്റെ ഇഷ്ടമാണല്ലോ ഞങ്ങളുടെ ഇഷ്ടം. ഇതാ മുതലാളി താക്കോൽ. ആ മോർണിംഗ് വാ. ഡാ നോക്കിയേക്കാ, സാധനങ്ങളൊക്കെ എടുത്ത് വീട്ടിനകത്ത് വെക്കേ. മോളെ ഐശ്വര്യമായിട്ട് തുറന്ന് അകത്തേക്ക് കയറിക്കോ. ഡാ നിന്നോടല്ലേ പറഞ്ഞ പെട്ടിന്ന് കാറെടുത്ത് അകത്ത് വെക്കാൻ. നാരായണ, ഓ വീടിന്റെ മുൻവശത്ത് നല്ലൊരു ഗാർഡൻ സെറ്റ് ചെയ്യണം. ഓ ഓ അത് ഞാൻ പറയാൻ തുടങ്ങായിരുന്നു. പൂക്കളെന്ന് വെച്ചാൽ എന്റെ അങ്കിളിന്റെ ജീവന. ആണല്ലേ? ഈ പൂക്കളെ ഇഷ്ടപ്പെടുന്ന മുതലാളിമാര് വളരെ റയറാണ് ഇപ്പം. പേര് പറഞ്ഞില്ല. ബാലപ്പൻ. ആ ബാലപ്പൻ വാ, ഓ ഒരു കപ്പ് കാപ്പിയെ കുടിച്ചിട്ട് പോവാം. ഓ ആയിക്കോട്ടെ. ആ ഡ്രൈവറെ എല്ലാം എടുത്ത് പെട്ടെന്ന് വെക്കി. ഈ പൂക്കളെ സ്നേഹിക്കുന്ന മുതലാളിമാരെന്ന് പറഞ്ഞാൽ സിംഹവാലം ഓസ കിട്ടുന്നെന്ന് പറഞ്ഞ് വലിച്ച് കയറ്റിക്കളയരുത്. കിച്ചൺ ഒക്കെ വളരെ നന്നായിട്ടുണ്ട്. എവിടെ പോകുന്നു? ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ അടുക്കള റെഡിയാ. അതാണ് മോളെ നാരായണൻ. ആദ്യം മോള് എല്ലാവർക്കും ഒരു ചായ എടുക്കുക. ശരി അച്ഛാ. മായക്കുഞ്ഞ് ഇന്ന് ഒരു ദിവസത്തേക്ക് ഈ ബുദ്ധിമുട്ടൊന്ന് സഹിക്കണം. നാളെ മുതൽ സെർവന്റ് റെഡിയാ. അതിനെന്താ? ഓ സത്യം പറഞ്ഞ എനിക്ക് അത്ഭുതം തോന്നുക. എന്തിന്? അല്ല അതല്ല, നേരത്തെ വീട് വന്ന് നോക്കി സ്ഥലവും സൗകര്യമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടാണ് സാധാരണ എല്ലാരും വീട് വാടകയ്ക്ക് എടുക്കുന്നത്. ഇതിപ്പോ മുതലാളിയുടെയും മോളുടെയും മരുമോന്റെ ഒക്കെ മനസ്സിന് ഇണങ്ങിയ ഒരു വീടെന്നൊക്കെ പറയുമ്പോ നിന്നെ സമ്മതിച്ചിരുന്നാരാണ്. അതെ, ഈ വീടിന്റെ അകവും പുറമൊക്കെ ഞാനൊരു വീഡിയോ ക്യാമറയെ പകർത്തി മുതലാളിയെ കാണിച്ചിരുന്നു. ആ അത് പറ, അങ്ങനെ വരട്ടെ. മുതലാളി, ഇതൊരു ഐശ്വര്യമുള്ള വീടാണ്. ഒരു പ്രശ്നമില്ല. ആ എനിക്കത് തോന്നി. എനിക്കും. പക്ഷേ ചെറിയൊരു കുറവ് തോന്നുന്നു. ശരിയാ അങ്കിൾ, ഒരു കുറവ് എനിക്കും തോന്നി. എന്താ മുതലാളി? കുറച്ച് രവിവർമ്മയുടെ പെയിന്റിങ്ങുകൾ വാങ്ങി ചുമരിലെല്ലാം തൂക്കണം. എന്താ എന്താ സാറേ? എന്റെ മനസ്സും അങ്കിളുടെ മനസ്സും ഒന്നാണ്. രവി എന്ന് ഞാനിപ്പോ മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ. ഏത് രവി? നമ്മുടെ രവിചന്ദ്രൻ നേതാവ്. രവി വർമ്മ, ആർട്ടിസ്റ്റ്. ഓ ഓ ഓ പെയിന്റിങ്സ് ഇന്ന് തന്നെ വാങ്ങണം. അത് ഈ വീടിന് ഒരു അലങ്കാരമാണ്, അല്ലെങ്കിൽ മയേ അങ്കിളിനുള്ള ചായ പ്രത്യേകം എടുത്തിട്ടില്ലേ? അയ്യോ, അത് ഞാൻ ഓർത്തില്ല. അങ്കിളിന് അസുഖമൊക്കെ ഉള്ളതല്ലേ മായേ? സാരമില്ല അശോക, ഒരു ദിവസം അല്പം മധുരം അകത്താക്കിയെന്ന് വെച്ച് ഒരു കുഴപ്പവും സംഭവിക്കാൻ പോകുന്നില്ല. അങ്കിളും കൂടി ഇങ്ങനെ പറഞ്ഞ അശോകൻ ധർമ്മസങ്കടത്തിലാവും കേട്ടോ. പെണങ്ങല്ലേ അശോകൻ ചേട്ടാ, ഇപ്രാവശ്യത്തേക്കും ക്ഷമിക്കേ. മോളെക്കാട്ടിലും എന്റെ ആരോഗ്യകാര്യത്തിൽ മരുമകന് ഭയങ്കര ശ്രദ്ധയാ. ബന്ധുവാര് ശത്രുവാര്, ഇങ്ങനൊരു മണി. ഡ്രൈവറെ നോക്കിക്കാ, കാർ പോയി കഴിയിട്ട് പോ. ആ വണ്ടിയുടെ പുറകിലേ കീപ് ഡിസ്റ്റൻസ് എന്നൊരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. അത് ഡ്രൈവർ കൂടെ ബാധകമാ. അശോകൻ സാറേ, ഒരു മിനിറ്റ് ഒന്ന് വന്നേ. ഒരു മിനിറ്റ് പോയിട്ട്. എന്താ
എന്താ കാര്യം? ഇങ്ങോട്ട് വാടാ. എടാ അശോക, നിന്റെ ഈ ഡാ ഡോ വിളിയില്ലേ അതങ്ങ് നിർത്തിയാക്കണം. നിർത്തിയില്ലെങ്കിൽ അല്ലെങ്കിൽ നിർത്തിക്കും ഞാൻ. എടാ മോനെ, പാർലക്കോളിൽ വെറും വാദ്യാരായ നിന്നെ കഷ്ടകാലത്ത് ആ പെങ്കൊച്ചേറി പ്രേമിച്ച് അങ്ങനെ നീ അനന്ത മുതലാളിയുടെ അനന്തരവനായി. അതെന്റെ കഴിവ്. കഴിവല്ല, ഭാഗ്യം. അത് ഞാൻ സമ്മതിച്ചു. പക്ഷെ എന്റെ കയ്യിൽ നിന്ന് മുറിവീടെയും വാങ്ങിച്ച് വലിച്ചുകൊണ്ടിരുന്ന നീ പെട്ടെന്ന് മുതലാളിയെ ഞവഞ്ഞോണ്ട് വന്നാ അറിയാലോ, നിന്റെ ഏറ്റവും കാര്യങ്ങൾ അറിയാവുന്ന ആളാ ഞാൻ. നീ പിന്നെ ഇതെന്ന് തോന്നുന്നു വല്ലതും പറയുമ്പോ ഒരുമാതിരി പാട്ടും മൂളലും മുറുങ്ങലും ഒക്കെ. അയ്യോ, അമ്മാവനോട് നിനക്കുള്ള സ്നേഹം കരകവിഞ്ഞൊഴുകുന്ന കണ്ട് അറിയാതെ പറഞ്ഞു പോയതല്ല ഞാൻ. ക്ഷമിക്കേ. നീ പറഞ്ഞാ പിന്നെ എനിക്ക് ക്ഷമിക്കാതിരിക്കാൻ പറ്റുമോ? അതെ, അവര് വരുന്നുണ്ട്. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യ്, റെസ്റ്റ് എടുത്തിട്ട് വണ്ടി കഴുകി വിട്ടാ മതി. അല്ല, അയാൾ ചോദിക്കായിരുന്നു കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് വണ്ടി കഴുകി വിട്ടാ പോരെന്ന്. ഞാൻ പറഞ്ഞു മതിയെന്ന്. പാവോ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങാം. മുതലാളിയെ കാണാൻ ഔദ്യോഗികമായിട്ട് റെസിഡൻസിന്റെ ഭാരവാഹികളായിട്ട് ഞാൻ ഒരു ദിവസം വരാം. ആയിക്കോട്ടെ. ആ ശരി. എന്നാ പിന്നെ പോട്ടാ ഡ്രൈവറെ. അങ്ങനെ ആ പണക്കാരനും ഫാമിലിയും ജവഹർ കോളനിയിൽ കാലുകുത്തി ചേച്ചി. നീ അതവിടെ വെക്കടാ. ഏത് പണക്കാരൻ, ഏത് ഫാമിലി? ആ അനന്തം മുതലാളി മരുമോനും മോളും. പിന്നെ അയാളെന്ന് വെച്ചാ ഉണ്ടല്ലോ പണച്ചാക്ക്. അപ്പൊ നമ്മുടെ സ്റ്റാറ്റസിന് യോജിച്ച ഒരു ഫാമിലി ആണെന്ന് കൂട്ടിക്കോ. അത് കറക്റ്റ്. പിന്നെ നമുക്ക് പോയി അവരൊന്ന് പരിചയപ്പെടണ്ടേ? അങ്ങോട്ട് ചെന്ന് പരിചയപ്പെട്ട് ഉള്ള വെയിറ്റ് കളയണ്ട. മുതലാളിമാര് പോലീസ് ഉദ്യോഗസ്ഥനെ ഇങ്ങോട്ട് വന്നാ കാണേണ്ടത്. ആ ബാലപ്പന്റെ സുന്ദരേശനൊക്കെ ഒത്തുകൂടിയിട്ടുണ്ട്. കൂടട്ടെ, അതിന് നമുക്കെന്താ? നമുക്കെന്താന്ന്? പ്രകാശ് കുമാർ സാറിനെ കുറിച്ചും ചേച്ചിയെ കുറിച്ചും ആ ഫാമിലിയോട് അവര് നല്ല വാക്ക് പറയുന്നു തോന്നുന്നുണ്ടാ? നമ്മളെ പോലെയൊന്നും അല്ല. ആ ബാലപ്പനാണെങ്കിൽ ആൾക്കാരെ ദുഷിച്ചു പറയാൻ വേണ്ടി മാത്രം ജനിച്ചവനാണ്. ഏതായാലും പ്രകാശ് ചേട്ടൻ ഒന്നിങ്ങോട്ട് വന്നോട്ടെ. ആ ഇവിടെ വന്നിട്ട് നമുക്ക് പോയി കോളനിയിലുള്ള കുഴപ്പക്കാരുടെ എല്ലാവരും ലിസ്റ്റ് കൊടുക്കണം. അതെന്തിനാ? അല്ല, ഒരു മുൻകരുതലായിട്ട് ഇരിക്കട്ടെ. അതവിടെ വെച്ചിട്ട് പോടാ, പൊട്ടിക്കല്ലേ.